ഇന്ന് ഇഫ്താർ ഫുഡിന്റെ കൂടെ എല്ലാവർക്കും കിട്ടിയത് ഗോൾഡ് കോയിൻ ആയിരുന്നു. സംഭവം എന്ന് വെച്ചാൽ അബുദാബിയിലുള്ള ഹൗസ് ഓഫ് ടി ഗ്രൂപ്പിന്റെ ആനുവൽ മീറ്റ് ഉണ്ട്. അവിടെ 10 വർഷം കംപ്ലീറ്റ് ആയ എല്ലാ സ്റ്റാഫിനും അവർ ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. 10 വർഷം കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ആൾക്കാരായിട്ടായിരിക്കും ഉണ്ടാവും. സംഭവം 110 ആൾക്കാരായിട്ടും 10 വർഷം കംപ്ലീറ്റ് ആയി. ഒരു കമ്പനി തന്നെ 100 കൂടുതൽ ആൾക്കാർ 10 വർഷം കംപ്ലീറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഹൗസ് ഓഫ് ടിയിൽ 1200 കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ട്. അതിൽ 110 ആൾക്കാരും 10 വർഷം കംപ്ലീറ്റ് ആയ ആൾക്കാർ. അതിന്റെ ഒരു അഭിനന്ദനം എന്നുള്ള നിലക്കാണ് ഇന്ന് അവർ 110 ആൾക്കാർക്ക് ഗോൾഡ് കോയിനും പിന്നെ അവിടെ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് അവർ പെർഫ്യൂമും കൊടുക്കുന്നുണ്ട്. അവിടെ വന്നവർക്കും പോയവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ലോക്കൽ പെർഫ്യൂം ഒന്നല്ല, യുഎയിൽ പോപ്പുലർ ആയിട്ടുള്ള അറബില്ല ഫ്രാഗ്രൻസിന്റെ പെർഫ്യൂം ആയിരുന്നു. ഈ ഗോൾഡ് കോയിൻ കൊടുത്ത കൂട്ടത്തിൽ 110 ആൾക്കാരിൽ മലയാളികൾ മാത്രമല്ല, മലയാളികളുണ്ട്, ബംഗാളികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്, നേപ്പാളികളുണ്ട്. 10 വർഷം അവിടെ കംപ്ലീറ്റ് ആയ എല്ലാ ആൾക്കാർക്കും ഒരു ഗോൾഡ് കോയിനും പെർഫ്യൂമും ഇഫ്താറൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരും ഹാപ്പി ആക്കി വിട്ടിട്ടുണ്ട്. ഇത് 10 വർഷം അവിടെ കംപ്ലീറ്റ് ആയ വിപിൻ എന്ന് പറയുന്ന എൻ്റെ ഒരു നാട്ടുകാരനാണ്. എന്നെ ഡയറക്റ്റ് ചോദിച്ചോക്കെ എന്താ അഭിപ്രായം. നിങ്ങൾ എത്ര വർഷം പണിയെടുത്ത ഹൗസ് ഓഫ് ടിയിലെ? 12 വർഷം. 12 വർഷം. ഗോൾഡ് കോയിന് പിന്നെ ഉപഹാരം. കഫ്റ്റീരിയ മുതലാളിമാർ ആരും പരിഗണിക്കുന്നില്ല എന്ന് പറയുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു പരിഗണന എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഹൗസ് ഓഫ് ടി ഗ്രൂപ്പിലേക്ക് ഒരുപാട് ഹാരിങ് നടക്കുന്നുണ്ട്. നിങ്ങൾ കഫ്റ്റീരിയ റെസ്റ്റോറന്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഫ്രഷർ ആണെങ്കിലും ഈ ഒരു പൊസിഷനിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് റീപ്ലൈ ചെയ്യുന്നതായിരിക്കും.